സിവിൽ റൂട്ടിൻ്റെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് സിവിൽ റൂട്ടിൽ എടുക്കാൻ പോകുന്നത് ലൈൻസിനെ കുറിച്ചാണ് ക്ലാസ്സാണ്. ലൈൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ലൈൻസ് എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? ലൈൻസ് എന്ന് പറഞ്ഞാൽ ആൽഫബറ്റ്സ് ഓഫ് എൻജിനീയേഴ്സിൻ്റെ ആൽഫബറ്റ്സാണ് എന്ത് ലൈൻസ് എന്ന് പറയുന്നത്. അതൊരു ലാംഗ്വേജ് പോലെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ പല ടൈപ്പ് ലൈൻസ് ഉണ്ട്. നമുക്ക് ഈ ലൈൻസ് കാണുമ്പോൾ മനസ്സിലാവുന്നത് എന്താണെന്ന് ടൈപ്പ് ഓഫ് ലൈൻസിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ഒരുപാട് ലൈൻസ് ഉണ്ട്. ലൈൻസ് എന്ന് പറഞ്ഞാൽ എ മുതൽ കെ വരെയുള്ള ലൈൻസ് ഉണ്ട്. എ ബി സി ഡി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഓരോ നൊട്ടേഷൻസ് കാണിക്കുന്നുണ്ട്. അതിൽ ഫസ്റ്റത്തെ ലൈനാണ് എ എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് ലൈന്. ഈ കണ്ടിന്യൂസ് ലൈനിൻ്റെ തിക്നെസ് എന്ന് പറഞ്ഞാൽ 0.5 ആണ്. 0.5 mm ആണ് കണ്ടിന്യൂസ് ലൈനിൻ്റെ തിക്നെസ്. കണ്ടിന്യൂസ് ലൈൻ നമ്മൾ എവിടെയാണ് ഉപയോഗിക്കുന്നത്? വിസിബിൾ ലൈനും വിസിബിൾ ഔട്ട്ലൈന് എഡ്ജസൊക്കെ വരയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കണ്ടിന്യൂസ് ലൈൻസ് ഉപയോഗിക്കുന്നത്. ഈ കണ്ടിന്യൂസ് തിക്ക് ലൈൻസ് ആയിരിക്കും നമ്മൾ ഈ വിസിബിൾ ഔട്ട്ലൈൻസും വിസിബിൾ എഡ്ജസും വരയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. അപ്പം എന്ന് പറയുന്ന ലൈന് കണ്ടിന്യൂസ് തിക്ക് ലൈനാണ്. ഈ കണ്ടിന്യൂസ് തിക്ക് ലൈനിൻ്റെ തിക്നെസ് എന്ന് പറയുന്നത് 0.5 mm ആണ്. അതുപോലെ A1 എന്ന് പറയുന്ന ഇത് വിസിബിൾ ഔട്ട്ലൈനെയാണ് വരയ്ക്കാൻ കാണിക്കുന്നത്. A2 എന്ന് പറഞ്ഞാൽ വിസിബിൾ എഡ്ജസിനെ കാണിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നു. 0.5 mm ആണ് ഇതിൻ്റെ തിക്നെസ്. അതുപോലെ ബി എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് തിന്നാണ്. സ്ട്രെയിറ്റ് ലൈൻസും കർവ്സൊക്കെ വരയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കണ്ടിന്യൂസ് തിൻ ലൈൻസ് കൊണ്ട് നമ്മൾ വരയ്ക്കും. B1 ഇമാജിനറി ലൈൻസ് ഓഫ് ഇൻ്റർസെക്ഷൻ. B2 എന്ന് പറഞ്ഞാൽ ഡയമെൻഷൻ ലൈൻസ്. B3 പ്രൊജക്ഷൻ ലൈൻസ് ഓർ എക്സ്റ്റൻഷൻ ലൈന്. B4 ലീഡർ ലൈൻസ്. B5 ഹാച്ചിങ് ലൈൻസ്. B6 ഔട്ട്ലൈൻസ് ഓഫ് റിവോൾവ്ഡ് സെക്ഷൻ ഇൻ പ്ലേസ്. B7 ഷോർട്ട് സെൻറ്റർ ലൈൻസ്. B8 ത്രെഡ് ലൈൻസ്. B9 ഡയഗണൽ ലൈൻസ്. ഇതിൻ്റെ ബീൻ്റെ തിക്നെസ് എന്ന് പറഞ്ഞാൽ 0.2 mm ആണ് ഇതിൻ്റെ തിക്നെസ്. നെക്സ്റ്റ് സി എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് തിൻ ഫ്രീ ഹാൻഡ്സ് ലൈൻസിനെയാണ് നമ്മൾ സി ആയിട്ട് കാണിക്കുന്നത്. സി എന്ന് പറഞ്ഞാൽ C1 ലിമിറ്റ് ഓഫ് പാർഷ്യൽ ഓർ ഇൻറ്ററപ്റ്റഡ് വ്യൂസ് ആൻഡ് സെക്ഷൻസ് ഇഫ് ദ ലിമിറ്റ് ഈസ് നോട്ട് എ ചെയിൻ തിൻ ആണ് സിയുടെ കാര്യം. അങ്ങനെ ഡിയുടെ തിക്നെസ് എന്ന് പറഞ്ഞാൽ ഡിയുടെ തിക്നെസ്സും 0.2 mm ആണ്. കണ്ടിന്യൂസ് തിന്ന്, അതായത് സിഗ്സാഗ് ലൈൻസ് ആയിട്ട് നമ്മൾ വരയ്ക്കുന്നതാണ്. അത് നമ്മുടെ ലൈൻസൊക്കെ വരയ്ക്കാൻ വേണ്ടിയിട്ട്, അതുപോലെ ബ്രേക്കിംഗ് ലൈൻസൊക്കെ അല്ലേ, അതൊക്കെ വരയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കണ്ടിന്യൂസ് തിൻ ലൈൻസ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇ എന്ന് പറഞ്ഞാൽ ഡാഷ്ഡ് തിക്ക് നമ്മൾ ഹിഡൻ ഔട്ട്ലൈൻസ്, ഹിഡൻ എഡ്ജസ് ഇതൊക്കെ വരയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡാഷ്ഡ് തിക്ക് ഉപയോഗിക്കുക. എഫ് എന്ന് പറഞ്ഞാൽ ഡാഷ്ഡ് തിന്ന്. അതുപോലെ തന്നെ ഹിഡൻ ഔട്ട്ലൈൻസും ഹിഡൻ എഡ്ജസൊക്കെ വരയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഡാഷ്ഡ് തിൻ ഉപയോഗിക്കുന്നു. പിന്നെ ജി എന്ന് പറഞ്ഞാൽ ചെയിൻ തിന്ന്. അത് സെൻറ്റർ ലൈന്, ലൈൻ ഓഫ് സിമ്മട്രി, ട്രാജക്ടറി ഒക്കെ വരയ്ക്കാൻ വേണ്ടി നമ്മൾ ചെയിൻ തിൻ ഉപയോഗിക്കും. എച്ച് എന്ന് പറയുന്നത് ചെയിൻ തിൻ തിക്ക് അറ്റ് എൻഡ്സ് ആൻഡ് ചേഞ്ച് ഓഫ് ഡയറക്ഷൻ ചെയിൻ തിക്ക്. ഇത് എച്ച് നമ്മളിത് നൊട്ടേറ്റ് ചെയ്യുന്നത് ഇതിന് H1 കട്ടിംഗ് പ്ലെയിനിൽ നമ്മൾ വരയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ഉപയോഗിക്കുന്നത്. ചെയിൻ തിക്ക് എന്ന് പറയുമ്പം J1 ഇൻഡിക്കേഷൻ ഓഫ് ലൈൻ ഓഫ് സർഫസ് ടു വിച്ച് എ സ്പെഷ്യൽ റിക്വയർമെൻറ്റ് അപ്ലൈസ്. കെ എന്ന് പറഞ്ഞാൽ ചെയിൻ തിൻ ഡബിൾ ഡാഷ്. K1 എന്ന് പറഞ്ഞാൽ ഔട്ട്ലൈൻ ഓഫ് അഡ്ജസൻറ്റ് പാർട്സ്. K2 അൾട്ടർനേറ്റീവ് ആൻഡ് എക്സ്ട്രീം പൊസിഷൻ ഓഫ് മൂവബിൾ പാർട്ട്. K3 സെൻട്രോയിഡൽ ലൈൻസ്. K4 ഇനീഷ്യൽ ഔട്ട്ലൈൻസ്. അതുപോലെ K5 പാർട്ട് ഓഫ് സിറ്റുവേറ്റഡ് ഇൻ ഫ്രണ്ട് ഓഫ് കട്ടിംഗ് പ്ലെയിൻ. ഇത്രയും ഇതാണ് നമ്മൾ കെയിൽ ഉപയോഗിക്കുന്നത്. ഇത്രയും ടൈപ്പ് ഡ്രോയിങ്സ് ലൈൻസ് ഉണ്ടെങ്കിലും ഇതെല്ലാം നമ്മൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവണം ഇതേതാ ലൈന്, ഇത് എവിടെയാണ് നമ്മൾ ഉപയോഗിക്കുക. നമ്മൾ വരയ്ക്കുമ്പോഴും നമുക്ക് മനസ്സിലാവണം അതെവിടെയാണ് ഉപയോഗിക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ.
ഇതിൻ്റെ തിക്നെസ് എയുടെ തിക്നെസ് ഞാൻ പറഞ്ഞിട്ടുണ്ട് 0.5 ആണെന്ന്. ബിയുടെ തിക്നെസ് 0.2 ആണ്. സിയുടെ തിക്നെസ് 0.2 ആണ്. ഡിയുടെ തിക്നെസ് 0.2 ആണ്. ഇയുടെ തിക്നെസ് 0.3 ആണ്. എഫിൻ്റെ തിക്നെസ് 0.2 mm ആണ്. ജിയുടെ തിക്നെസ് 0.2 mm ആണ്. എച്ചിൻ്റെ തിക്നെസ് 0.3 mm ആണ്. ജെയുടെ തിക്നെസ് 0.5 mm ആണ്. കെയുടെ തിക്നെസ് 0.2 mm ആണ്. പിന്നെ ദ റേഷ്യോ ഓഫ് ദ തിക്നെസ് തിക്ക് ലൈൻ ടു തിൻ ലൈൻ ഷാൽ നോട്ട് ബി ലെസ് ദാൻ 2:1 ആണ്. തിക്ക് ലൈനിൻ്റെ റേഷ്യോയും തിൻ ലൈൻ റേഷ്യോയും തമ്മിലുള്ള റേഷ്യോ എന്ന് പറഞ്ഞത് 2:1 എന്നുള്ള റേഷ്യോയിലാണ്. അതുപോലെ ഷോർട്ട് ലൈനും ലോങ് ലൈനിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് 1:4 മുതൽ 1:6 വരെയാണുള്ളത്. ഇത് ചെയിൻ ലൈനൊക്കെയാണല്ലോ നമ്മൾ ഷോർട്ട് ലൈനും ലോങ് ലൈനും തമ്മിൽ ഇങ്ങനെ മിക്സ് ചെയ്ത് വരയ്ക്കുന്നത്. അത് ഷോർട്ട് ലൈൻ പിന്നെ ലോങ് ലൈൻ അങ്ങനെ വരയ്ക്കുന്നില്ലേ, അത് തമ്മിലുള്ള റേഷ്യോ ആണ് ഈ പറഞ്ഞത്. 1:4 മുതൽ 1:6 വരെ ഉണ്ട് ഈ റേഷ്യോ. അത് 2 mm to 8 mm, അതുപോലെ 8 to 10 mm വരെ പറയുന്നുണ്ട്. നമ്മൾ ഹാച്ചിങ് ലൈൻസ് ഒക്കെ വരയ്ക്കുമല്ലോ. ഹാച്ചിങ് ലൈൻസ് വരയ്ക്കുന്നത് നമ്മൾ ബി ലൈൻ, അത് കണ്ടിന്യൂസ് തിൻ ലൈൻ വരച്ചിട്ടാണ് നമ്മൾ ഹാച്ചിങ് ലൈനൊക്കെ വരയ്ക്കുന്നത്. അതിൻ്റെ ആംഗിൾ നമ്മൾ 45 ഡിഗ്രി ആംഗിൾ എടുത്തിട്ടാണ് ഈ ഹാച്ചിങ് ലൈൻസ് വരയ്ക്കുക. അത് ലീഡർ ലൈനിൻ്റെ ആംഗിൾ നമ്മൾ വരയ്ക്കുന്ന സമയത്ത് ലീഡർ ലൈൻ ഇതുപോലെ തന്നെ കണ്ടിന്യൂസ് തിൻ ലൈൻസ് ആണ്. ലീഡർ ലൈൻ നമ്മൾ വരയ്ക്കുമ്പോൾ ഇതുപോലെ 45 ഡിഗ്രി ആംഗിൾ എടുത്തിട്ടാണ് നമ്മൾ വരയ്ക്കുന്നത്. അതുപോലെ പ്രൊജക്ഷൻ ലൈൻസ്, നമ്മൾ വരയ്ക്കുമ്പോൾ പ്രൊജക്ഷൻ ലൈൻസ് വരയ്ക്കൂലേ, പ്രൊജക്റ്റ് ചെയ്ത് വരയ്ക്കാൻ വേണ്ടിയിട്ട്. ആ പ്രൊജക്ഷൻ ലൈൻസ് ഷുഡ് ബി എക്സ്റ്റെൻഡഡ് 3 mm ബിയോണ്ട് ദ ഡയമെൻഷൻ ലൈൻ. ഡയമെൻഷൻ ലൈനിൽ നിന്ന് 3 mm പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുകയും വേണം ഈ പ്രൊജക്ഷൻ ലൈൻസ്. തിക്നെസ് ഓഫ് ലൈൻ ഷുഡ് ബി ചൂസൺ അക്കോർഡിംഗ് ടു ദ സൈസ് ആൻഡ് ടൈപ്പ് ഓഫ് ഡ്രോയിങ്ങിന് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു. തിക്നെസ് ഓഫ് തിക്ക് ലൈൻ 2 ടൈം തിക്നെസ് ഓഫ് തിൻ ലൈൻ. തിക്ക് ലൈനിൻ്റെ 2 ടൈം ആയിരിക്കും തിൻ ലൈൻ എന്ന് പറയുന്നത്. അതുപോലെ ഇതിൻ്റെ കോഡ്, ലൈൻസിനെ കാണിക്കുന്ന കോഡ് IS 10714/1983 ആണ് ഡ്രോയിങ്ങിൻ്റെ യൂസ്ഡ് ഫോർ കോഡ്. പിന്നെ ഇത്രയൊക്കെ തന്നെയുള്ളൂ. ഈ ഒരു കോളം ഇത് നന്നായിട്ട് പഠിച്ചിരിക്കണം. ഈ ലൈൻ ഏതാണ്, നമ്മൾ ഡാഷ് ലൈൻ എവിടെയാണ് ഉപയോഗിക്കുക, ഹിഡൻ ലൈൻസിന് വേണ്ടിയിട്ട് ഏത് ലൈനാണ് ഉപയോഗിക്കുക, അതുപോലെ ട്രാജക്ടേഴ്സായിട്ട് ഏത് ലൈനാണ് ഉപയോഗിക്കുക, അങ്ങനത്തെ ക്വസ്റ്റ്യൻസാണ് ഈ ഭാഗത്ത് നിന്ന് കണ്ടുവന്നിട്ടുള്ളത്. പിന്നെ K1 എന്താണ്, നേരിട്ട് E1 എന്തെല്ലാം ഏതാണ്, അങ്ങനെ ചോദിക്കായികയില്ല, ചോദിക്കാൻ സാധ്യതയുണ്ട്. ഇതുവരെ അങ്ങനെ ചോദിച്ചൊന്നും കണ്ടിട്ടില്ല. പക്ഷേ ഇത്ര പോർഷൻ തന്നെ എന്തായാലും പഠിച്ചിരിക്കണം. ഇത്രയും ഇത് ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഭാഗമാണ്.